ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. MS വേർഡിൻ്റെ പാർട്ട് 6 വീഡിയോ ആണിത്. ഇന്ന് നമുക്ക് സ്റ്റൈൽസ് ഗ്രൂപ്പ് കമാൻഡാണ് പഠിക്കേണ്ടത്. വേർഡിൽ ഒരു പുതിയ ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഡിഫോൾട്ടായി സ്റ്റൈൽസ് ഗ്രൂപ്പിൽ നോർമൽ എന്ന ഓപ്ഷൻ ആയിരിക്കും ഇതുപോലെ സെലക്റ്റഡ് ആയി കാണപ്പെടുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് നമ്മൾ ഡോക്യുമെൻറ്റിൽ ടൈപ്പ് ചെയ്യുന്നതെല്ലാം നോർമൽ മോഡിലായിരിക്കും വരുന്നത്. അതായത് നോർമൽ എന്നെഴുതിയിരിക്കുന്ന ഈ ഓപ്ഷൻ്റെ നെയിമിന് മുകളിലായിട്ട് കൊടുത്തിരിക്കുന്ന ഈ പ്രിവ്യൂ പോലെ ആയിരിക്കും നമ്മൾ ഈ ഡോക്യുമെൻ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ വരുന്നത്. ഇനി ഇതല്ല മറ്റേതെങ്കിലും സ്റ്റൈൽ വേണമെങ്കിൽ നമുക്കിവിടെ എല്ലാം അത് കണക്ക് മാറ്റി കൊടുത്തിട്ട് ടൈപ്പ് ചെയ്ത് തുടങ്ങാവുന്നതാണ്. എന്നാൽ ഇവിടെ മാറ്റി കൊടുക്കുമ്പോൾ നമ്മളിവിടെ വന്ന് ഫോൺ സ്റ്റൈൽ മാറ്റി കൊടുക്കണം, സൈസ് മാറ്റി കൊടുക്കണം, ഫോൺ കളർ മാറ്റി കൊടുക്കണമെങ്കിൽ അത് മാറ്റണം, അതുപോലെ ഇറ്റാലിക്സ് വേണമെങ്കിൽ ഇവിടെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. അങ്ങനെ പലയിടത്തായിട്ട് പല സെലക്ഷൻസ് നമ്മൾ നടത്തേണ്ടതായിട്ട് വരും. ഇങ്ങനെ പലതും സെലക്ട് ചെയ്ത് ബുദ്ധിമുട്ടുന്നതിനേക്കാൾ എളുപ്പമായിട്ടുള്ള കുറച്ച് മാർഗ്ഗങ്ങളാണ് വേർഡ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ പ്രീസെറ്റായിട്ട് കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഈ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഓപ്ഷൻ മതിയെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് തുടങ്ങുന്നതിന് മുൻപ് തന്നെ അതിലേതെങ്കിലും സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ടൈപ്പ് ചെയ്ത് തുടങ്ങാവുന്നതാണ്. അതല്ലാതെ ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ ഹെഡിങ്ങിനോ ടൈറ്റിലിനോ മാത്രം അത്തരത്തിലുള്ള മാറ്റം മതിയെങ്കിൽ ആദ്യം നമുക്ക് ആവശ്യമുള്ളത് നോർമൽ മോഡിൽ തന്നെ ടൈപ്പ് ചെയ്യുക. പിന്നീട് മാറ്റം എവിടെയാണോ ആവശ്യമുള്ളത് അത് നമ്മൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ഇവിടെ വന്ന് നമുക്ക് ആവശ്യമുള്ള ഓപ്ഷൻ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആ ഓപ്ഷനിൽ കാണിച്ചിരിക്കുന്ന പ്രിവ്യൂ എന്താണോ ആ രീതിയിൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഭാഗത്ത് ടൈപ്പിംഗ് മാറി വരുന്നത് കാണാം. ഈ കാണിച്ചിരിക്കുന്നത് കൂടാതെ ഇവിടെ ചെറിയ ആരോയിൽ ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ വേറെയും ധാരാളം ഓപ്ഷൻസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. നേരത്തെ കണ്ട ഓപ്ഷൻസൊക്കെ കാണണമെങ്കിൽ ഈ അപ്പ് ആരോ ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ആദ്യം നമുക്ക് നോ സ്പേസിങ് സെലക്ട് ചെയ്ത് കൊടുത്താൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. അതിനായിട്ട് നമുക്ക് കുറച്ച് ഭാഗം ഒന്ന് സെലക്ട് ചെയ്യാം. നമുക്ക് ഇത്ര ഒരു ഭാഗം ഒന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം നോ സ്പേസിങ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒന്ന് മാറ്റം കണ്ടോ, സ്പേസിങ് കുറഞ്ഞു വന്നിരിക്കുന്നത് കാണാം. ഇനി ഇത് നോർമലിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഇവിടെയെല്ലാം അകലം കൂടി. അതുപോലെ തന്നെ നോ സ്പേസിങ് കൊടുത്താൽ മറ്റൊരു വ്യത്യാസം കൂടി ഉണ്ടാകും. ഇപ്പോൾ ഞാൻ ഈ ഒരു സെൻറ്റൻസ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഇറ്റാലിക്സ് കൊടുത്തു. പിന്നീട് ഇതിൻ്റെ ഫോൺ സ്റ്റൈല് ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. ഇപ്പോൾ ഇത്രയും മാറ്റങ്ങൾ ഇതിനകത്ത് വരുത്തി. ഇനി ഈ സെൻറ്റൻസ് തന്നെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഇവിടെ നോ സ്പേസിങ് ഞാനിത് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എന്താ സംഭവിച്ചത്? ആ കൊടുത്ത ഫോമാറ്റിംഗ് കംപ്ലീറ്റ് മാറി ഒറിജിനൽ ഫോമിൽ തന്നെ വന്നിരിക്കുന്നത് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് നോ സ്പേസിങ് സെലക്ട് ചെയ്ത് കൊടുത്താൽ സംഭവിക്കുന്നത്. ഇനി അടുത്തതായി ഈ കമാൻഡ്സൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഈ ഡോക്യുമെൻറ്റിലേക്ക് നോക്കുമ്പോൾ ആദ്യത്തെ ഈ വേർഡ് കാണുമ്പോൾ നമുക്കറിയാം ഇതൊരു ടൈറ്റിലായിട്ട് കൊടുക്കാൻ പറ്റും. അത് കഴിഞ്ഞ് കാണുന്നത് ഇതിനെ നമുക്കൊരു ഹെഡിങ് ആയിട്ട് കൊടുക്കാം. പിന്നീട് ഈ കാണുന്നതൊക്കെ സബ് ടൈറ്റിലായിട്ട് കൊടുക്കാം. ഇതൊക്കെ പാരഗ്രാഫ് മോഡിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ടൈപ്പ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. ടൈപ്പ് ചെയ്യുമ്പോൾ നോർമൽ മോഡിൽ നമുക്ക് സ്പീഡിന് ടൈപ്പ് ചെയ്തങ്ങ് പോകാം. അതിനുശേഷം നമുക്ക് ഇവിടെ വന്ന് ആവശ്യമുള്ള സെറ്റിങ്സ് കൊടുത്ത് നമ്മുടെ ഡോക്യുമെൻറ്റിനെ നല്ല ഭംഗിയുള്ളതാക്കാവുന്നതാണ്. ഇപ്പോൾ എൻവയോൺമെൻറ്റ് ഒരു ടൈറ്റിൽ മോഡിൽ കൊടുക്കണമെങ്കിൽ സാധാരണ രീതിയിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ആദ്യം അത് സെലക്ട് ചെയ്യും. അതിനുശേഷം നമുക്കറിയാം ഒരു ടൈറ്റിൽ വേണമെങ്കിൽ അതിൻ്റെ ഫോണ്ട് സൈസ് കൂടിയിരിക്കണം. അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ ഒന്നീ സൈസിൻ്റെ നമ്പർ ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കും. അതല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഫോണ്ട് സൈസ് ഓരോ ലെവൽ ഇതേപോലെ കൂട്ടി കൊടുക്കും. പിന്നീട് ഇവിടെ വന്ന് ഫോൺ സ്റ്റൈൽ മാറ്റണമെങ്കിൽ ഇവിടെ വന്ന് ഫോൺ സ്റ്റൈൽ മാറ്റി കൊടുക്കും. ഇപ്പോൾ നമ്മൾ എവിടെയെല്ലാം ക്ലിക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു ഇതിനെ ഒന്ന് ഫോമാറ്റ് ചെയ്യാനായിട്ട്, ഈ ഒറ്റ വേർഡിനെ ഫോമാറ്റ് ചെയ്യാനായിട്ട്. അപ്പം ഇതൊന്നും ഇല്ലാതെ നമുക്ക് ഇവിടെ നിന്ന് ടൈറ്റിൽ എന്നുള്ള ഈ ഒറ്റ ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിനെ ഒരു ടൈറ്റിൽ മോഡിൽ ആക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇത് നോർമൽ മോഡിൽ കിടക്കുകയാണ്. അപ്പോൾ ടൈറ്റിൽ മോഡിലാക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം ഇത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഒന്ന് ടൈറ്റിൽ എന്ന ഈ ഓപ്ഷൻ ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് ഈ വേർഡ് ഒരു ഹെഡിങ് മോഡിൽ കൊടുക്കാം. അതിനായിട്ട് ഇത് സെലക്ട് ചെയ്യാം. അതിന് നമ്മൾ ഇവിടെ വന്ന് ഹെഡിങ് മോഡിൽ കൊടുക്കാൻ ഇതിനേക്കാളും ഒരല്പം ചെറിയ ഫോണ്ട് സൈസ് സെലക്ട് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ഇതിന് മറ്റൊരു കളർ സെലക്ട് ചെയ്ത് കൊടുക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല.
പകരം ഇവിടേക്ക് വരിക. അതിനുശേഷം ഹെഡിങ് 1 അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതൊക്കെ നമുക്ക് ഹെഡിങ് 2ഓ ഹെഡിങ് 3ഓ ഹെഡിങ് 4ഓ ഒക്കെ സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നീട് ഇതിന് നമുക്ക് അടുത്ത ഓപ്ഷൻ കൊടുക്കാം. അത് ലഭിക്കാനായി ഈ ആരോയിൽ ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. നമുക്ക് സബ് ടൈറ്റിൽ ഒന്ന് കൊടുക്കാം. അപ്പോൾ സബ് ടൈറ്റിലിൻ്റെ ഫോമിൽ ഇത് വന്നിരിക്കുന്നത് കാണാം. ഇവിടെ ഇപ്പോൾ കളർ ചേഞ്ച് ചെയ്യാനായിട്ട് ഇവിടെ നിന്ന് കളർ സെലക്ട് ചെയ്തില്ല. ഫോണ്ട് സൈസ് കൂട്ടാനായിട്ട് ഇവിടെ വന്ന് ഫോണ്ട് സൈസ് സെലക്ട് ചെയ്ത് കൊടുത്തില്ല. ഇവിടെ വന്ന് ഒറ്റ ക്ലിക്ക് ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് ആ രീതിയിൽ ഇതിൻ്റെ സ്റ്റൈല് മാറി കിട്ടും. ഇനി നേരത്തെയുള്ള ഓപ്ഷൻസ് കാണാനായിട്ട് ഈ അപ്പ് ആരോ ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ഇത് ഹെഡിങ് 1 ആണ്. അതറിയണമെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. കേഴ്സർ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഇതിൻ്റെ മോഡ് ഏതാണെന്ന് ഇവിടെ സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഫോണ്ട് സൈസ് ഇവിടെ കാണാം. ഇതിൻ്റെ ഫോണ്ട് സ്റ്റൈല് കാലിബ്രി ലൈറ്റ് ആണ്. നേരത്തെ ഇതെല്ലാം ഫോണ്ട് സൈസ് ഏതാണ്, ഇതിൻ്റെ എല്ലാം ഫോണ്ട് സ്റ്റൈലും ഫോണ്ട് സൈസും ഏതാണ് അതറിയാൻ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് കേഴ്സർ കൊണ്ടുവന്ന് നിർത്തിയാൽ മതി. നമുക്കതിനായിട്ടൊന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ ഫോണ്ട് സൈസ് 11 ആണ്. കാലിബ്രി ബോഡിയാണ് ഇതിൻ്റെ സ്റ്റൈല്. എന്നാൽ ഇവിടെ വരുമ്പോഴോ ഇത് ഫോണ്ട് സൈസ് 13 ആണ്. കാലിബ്രി ലൈറ്റ് ആണ് ഇതിൻ്റെ ഫോണ്ട് സ്റ്റൈല്. ഇനി ഇവിടെ വന്നാലോ ഇതിൻ്റെ ഫോണ്ട് സൈസ് 12 ആണ്. അതുപോലെ ഇവിടെ ഹെഡിങ് 3 ആണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇതും നമുക്ക് വേണമെങ്കിൽ ഒരേ രീതിയിൽ വരാനായിട്ട് ഇത് നമുക്ക് ഹെഡിങ് 2 എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതും ഒരേ കണക്ക് വന്നു. ഇനി ഇതെന്താണെന്ന് നോക്കാം. ഇവിടെ ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഇറ്റാലിക്സ് വന്നിരിക്കുന്നത് കാണാം. ഇവിടെ കണ്ടോ, അത് സെലക്റ്റഡ് ആയി. അതുപോലെ തന്നെ ഇതിൻ്റെ ഫോണ്ട് സൈസ് 11 ആണെന്നും കാണാം. അതിൻ്റെയും സ്റ്റൈല് കാലിബ്രി ലൈറ്റ് ആണ്. ഇവിടെ നോക്കുമ്പോഴോ ഇത് ഹെഡിങ് 4 ആണ്. ആ ഹെഡിങ് 4ൻ്റെ മുകളിൽ കാണിച്ചിരിക്കുന്ന ഫോണ്ട് സ്റ്റൈല് തന്നെയാണ് ഇവിടെ ആപ്ലിക്കബിൾ ആയിരിക്കുന്നത്. ഇവിടെ ഇറ്റാലിക്സ് ആണ്, ബ്ലൂ കളറാണ്, അത് തന്നെയാണ് ഇവിടെ ആപ്ലിക്കബിൾ ആയിരിക്കുന്നത്. ഇനി അടുത്തത് ഇത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തത് ഏതാണ്, നമ്മൾ ഇവിടെ നിന്നും സബ് ടൈറ്റിലാണ് സെലക്ട് ചെയ്ത് കൊടുത്തത്. ഈ സബ് ടൈറ്റിൽ എന്ന പേരിൻ്റെ മുകളിൽ കാണിച്ചിരിക്കുന്ന പ്രിവ്യൂ പോലെയാണ് ഇവിടെ വേർഡ്സ് വന്നിരിക്കുന്നത്. ഇനി നമുക്കിത് വേണമെങ്കിൽ സബ് ടൈറ്റിൽ എംഫസിസ് കൊടുക്കാം. അപ്പോൾ അത് ഇറ്റാലിക്സ് വന്നിരിക്കുന്നത് കാണാം. ഇവിടെ ഇറ്റാലിക്സ് സെലക്റ്റഡ് ആയിരിക്കുന്നതും കാണാം. ഇനി ഇത് തന്നെ നമുക്ക് അടുത്ത് സെലക്ട് ചെയ്ത് കൊടുത്താൽ ഈ ഒരു പ്രിവ്യൂ കാണുന്നത് പോലെ തന്നെ ഇതും വന്നിരിക്കുന്നത് കാണാം. ഇനി അടുത്തതായി കോട്ടാണ്. അതായത് ഏതെങ്കിലും ഒരു ചാപ്റ്ററോ മറ്റോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുകളിലായി 1-2 വരികളിലായി ആ ഒരു ചാപ്റ്ററിനെ കുറിച്ചുള്ള ചെറിയൊരു ബ്രീഫ് ഇൻട്രൊഡക്ഷനോ മറ്റോ ഒരു കോട്ട് പോലെ കൊടുത്തിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ കൊടുക്കാനാണ് ഇങ്ങനെ കോട്ട് എന്നുള്ളത് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ഒരു ലൈൻ കോട്ട് മോഡൽ കൊടുക്കാനായിട്ട് അത് നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം കോട്ട് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ അത് ഒരു കോട്ട് മോഡലിൽ വന്നിരിക്കുന്നത് കാണാം. ഇനി കോട്ട് തന്നെ ഡബിൾ ലൈനിൻ്റെ നടുക്കായിട്ട് ഇങ്ങനെ എഴുതിയിരിക്കുന്നതും നമ്മൾ കാണാറുണ്ടല്ലോ. അത്തരത്തിൽ വരാനായിട്ട് ഇത് നമുക്കൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ മോഡ് ഒന്ന് സെലക്ട് ചെയ്യാം. ഇവിടെ പ്രിവ്യൂ കണ്ടോ, 2 വരിക്കുള്ളിലാണ്. അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ ഇത്തരത്തിൽ നമുക്ക് അതിനെ കാണാവുന്നതാണ്. ഇനി വേറെയും ഓപ്ഷൻസ് ഉണ്ട്. ബുക്ക് ടൈറ്റിൽ, അതുപോലെ ലിസ്റ്റ് പാരഗ്രാഫ്. ബുക്ക് ടൈറ്റിൽ സെലക്ട് ചെയ്ത് കൊടുത്താലും ഇതേപോലെയാണ്, ടൈറ്റിലിൻ്റെ മോഡലിലാണ് വരുന്നത്. ഇപ്പോൾ ഇത് നമുക്കൊന്ന് സെലക്ട് ചെയ്തിട്ട് ബുക്ക് ടൈറ്റിൽ കൊടുക്കാം. അതും അങ്ങനെയാണ്. ബോൾഡാണ്, ഇറ്റാലിക്സ് ആണ്. ഇവിടെ കണ്ടോ സെലക്റ്റഡ് ആയി വന്നിരിക്കുന്നത് ബോൾഡും ഇറ്റാലിക്സും. അപ്പോൾ ആ മോഡിൽ വന്നിരിക്കുന്നത് കാണാം. ഇനി അടുത്ത ലിസ്റ്റ് പാരഗ്രാഫ്. നമുക്കറിയാം ഒരു പാരഗ്രാഫ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് മാർജിനിൽ നിന്നും അല്പം റൈറ്റിലോട്ടായിരിക്കും. അപ്പോൾ അത്തരത്തിൽ പാരഗ്രാഫിനെ സെറ്റ് ചെയ്യാനായിട്ട് ഇത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അതിനായിട്ട് നമുക്കങ്ങനെ റൈറ്റിലോട്ട് മാറ്റേണ്ട പാരഗ്രാഫ് സെലക്ട് ചെയ്യുക. പാരഗ്രാഫ് ഫുള്ളായിട്ട് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ആ പാരഗ്രാഫിൽ എവിടെയെങ്കിലും കഴ്സർ ഒന്നുകൊണ്ട് നിർത്തിയാൽ മതി. അതിനുശേഷം ലിസ്റ്റ് പാരഗ്രാഫ് ഒന്ന് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ആ പാരഗ്രാഫ് റൈറ്റിലോട്ട് അല്പം മാറിയിരിക്കുന്നത് കാണാം. ഇങ്ങനെ നമുക്ക് ഓരോ പാരഗ്രാഫും റൈറ്റിലോട്ട് നീക്കി കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഈ കൊടുത്ത ഫോമാറ്റിങ് കംപ്ലീറ്റ് മാറ്റി ഒറിജിനൽ ഡോക്യുമെൻ്റ് എങ്ങനെയിരുന്നോ ആ ഫോമിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ട്
നമുക്ക് ഇവിടെ ഈ ആരോയിൽ ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ക്ലിയർ ഫോർമാറ്റിംഗ് അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഒരു ഭാഗത്തെ ഫോർമാറ്റിംഗ് ആണ് കളയേണ്ടതെങ്കിൽ, ഇപ്പോൾ ഇത്രയും ഭാഗത്തെ ഫോർമാറ്റിംഗ് ആണ് കളയേണ്ടതെങ്കിൽ അത്രയും സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. പിന്നീട് ക്ലിയർ ഫോർമാറ്റിംഗ് കൊടുക്കുക. ഈ പേജിൻ്റെ കംപ്ലീറ്റ് ഫോർമാറ്റിംഗ് കളയാനായിട്ട് നമുക്കിത് കംപ്ലീറ്റ് സെലക്ട് ചെയ്യാം. അതിനുശേഷം ക്ലിയർ ഫോർമാറ്റിംഗ് കൊടുക്കാം. ഇവിടെ പ്രീ സെറ്റായിട്ട് കൊടുത്തിരിക്കുന്ന ഈ ഓപ്ഷൻസ് അല്ലാതെ നമുക്കിഷ്ടമുള്ള രീതിയിൽ ഇതേപോലെ സെറ്റ് ചെയ്ത് ഇവിടെ ഇങ്ങനെ കൊടുത്തിടാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ളിടത്ത് ഇവിടെ നിന്നും ആ സ്റ്റൈൽ എടുത്ത് അപ്ലൈ ചെയ്യാം. അങ്ങനെ ചെയ്യാനായിട്ട് ആദ്യം നമ്മളൊരു വേർഡ് സെലക്ട് ചെയ്യുക. അതിനുശേഷം അതിന് നമുക്ക് ആവശ്യമുള്ള സ്റ്റൈൽ കൊടുക്കുക. ഇപ്പോൾ ഞാനിതിന് ഫോണ്ട് സൈസ് അല്പം ഒന്ന് കൂട്ടി കൊടുക്കുകയാണ്. പിന്നീട് ഫോണ്ട് സ്റ്റൈല് മറ്റൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇറ്റാലിക്സിലൊന്ന് കൊടുക്കുന്നു. പിന്നീട് ഇതിൻ്റെ ഫോണ്ട് കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ മാറ്റങ്ങളാണ് ഞാൻ ഈ വേർഡിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേ സ്റ്റൈല് എനിക്ക് മറ്റിടങ്ങളിലും വേണമെങ്കിൽ ആദ്യം ഞാനിത് ഇതേപോലെ ഇവിടെ സെറ്റ് ചെയ്യുക. അപ്പോൾ പിന്നീട് ആവശ്യമുള്ളപ്പോൾ ഇവിടെ നിന്ന് എടുത്ത് കൊടുത്താൽ മതി. അങ്ങനെ ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാനായി ഇത് സെലക്ട് ചെയ്യുക. പിന്നീട് ഈ ആരോയിൽ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ക്രിയേറ്റ് എ സ്റ്റൈൽ അത് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് സ്റ്റൈൽ 1 എന്നുള്ള പ്രിവ്യൂവിൽ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ നെയിം അത് സെലക്റ്റഡ് ആയി കിടക്കുകയാണ്. അതിൻ്റെ അർത്ഥം ഇവിടെ നമുക്ക് സ്റ്റൈൽ 1 എന്നുള്ള ഈ നെയിം മാറ്റി നമുക്ക് ഇഷ്ടമുള്ള പുതിയൊരു പേര് കൊടുക്കാം. നമുക്കിപ്പോൾ ഇത് നമ്മൾ പുതുതായിട്ട് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന സ്റ്റൈൽ ആയതുകൊണ്ട് നമുക്കിതിന് ന്യൂ എന്ന് കൊടുക്കാം. ഇഷ്ടമുള്ള പേര് നമുക്ക് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇനിയും ഇതിനകത്ത് എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തണമെങ്കിൽ ഇവിടെ മോഡിഫൈ കൊടുക്കാം. അതിനുശേഷം ഇവിടെ വന്നിട്ട് നമുക്ക് ഇവിടെ മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഫോണ്ട് സ്റ്റൈൽ മാറ്റണമെങ്കിൽ ഇവിടെ ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഇവിടുന്ന് വേറെ വല്ലതും വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ഫോണ്ട് സൈസ് ഇവിടുന്ന് മാറ്റി കൊടുക്കാം. അങ്ങനെ ഇവിടെ മാറ്റങ്ങൾ വരുത്തിയ ശേഷം ഇവിടെ ഓക്കെ കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ മാറ്റങ്ങളൊന്നും വരുത്തുന്നത് കൊണ്ട് ഇതങ്ങ് ക്ലോസ് ചെയ്യുകയാണ്. അത് വീണ്ടും നമുക്കൊന്ന് എടുക്കാം. ഇപ്പോൾ മോഡിഫൈ കൊടുത്തപ്പോഴാണ് മറ്റേ വിൻഡോ വന്നത്. ഇപ്പോൾ നമ്മൾ മോഡിഫൈ കൊടുക്കുന്നില്ല. മോഡിഫൈ കൊടുക്കാതെ നമ്മളിതിന് ന്യൂ എന്ന് തന്നെ പേര് കൊടുത്ത് ഓക്കെ കൊടുത്ത് ഇത് സേവ് ചെയ്യുകയാണ്. ഇപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ വന്നിരിക്കുന്നത് കാണാം നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത് കൊടുത്തത്. ഇനി നമുക്ക് ഈ സ്റ്റൈല് താഴെയുള്ള ഇവിടെ എല്ലാം അപ്ലൈ ചെയ്യണമെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഇതിന് വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യുക. ഇവിടെ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത് ഇത്രയും മാറ്റി കൊടുക്കാനായിട്ട് ഇവിടെ വന്ന് ഓരോന്നും ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടി വന്നില്ല. ഇവിടെ ഇങ്ങനെ പ്രീസെറ്റ് ചെയ്ത് വെച്ചത് കൊണ്ട് അതേ സ്റ്റൈൽ നമുക്ക് താഴോട്ടെല്ലാം അപ്ലൈ ചെയ്യാനായിട്ട് സാധിച്ചു. ഇവിടെ ഒറ്റ ലെഫ്റ്റ് ക്ലിക്ക് മാത്രമാണ് നമ്മൾ കൊടുത്തത്. ഇനി ഇവിടെ ലോഞ്ച് ബട്ടൺ ഉണ്ട്. അവിടെ നോക്കിയാൽ സ്റ്റൈൽസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നതെല്ലാം ലിസ്റ്റായിട്ട് ഇവിടെ കാണാം. ഈ ലിസ്റ്റിൽ നമുക്ക് അതിൻ്റെ പേര് കാണാം. പിന്നീട് അവിടേക്ക് മൗസ് പോയിന്റർ കൊണ്ടുവരുമ്പോൾ ആ ഒരു ഹെഡിങ് 1 ആണ് ഇപ്പോൾ കാണിക്കുന്നത്, അതായത് ഇത്. അപ്പോൾ ഹെഡിങ് 1ലേക്ക് മൗസ് പോയിന്റർ കൊണ്ടുവന്നപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്ന ഫോണ്ട് താഴെ ഒരു ബോക്സിൽ കാണിച്ചിരിക്കുന്നുണ്ട്. കാലിബ്രി ലൈറ്റ്, അതിൻ്റെ സ്പേസിങ്ങും അങ്ങനെ അതിനെക്കുറിച്ചുള്ള ബാക്കി എല്ലാ ഡീറ്റെയിൽസും ആ ബോക്സിൽ നമുക്ക് ലഭ്യമാണ്. ഇവിടെ നമുക്ക് ഇതുപോലെ പ്രിവ്യൂ ലഭിക്കുന്നില്ല. അങ്ങനെ പ്രിവ്യൂ കാണണമെങ്കിൽ ഇവിടെ താഴെ വന്ന് ഷോ പ്രിവ്യൂ എന്നുള്ള ഈ ചെക്ക് ബോക്സിൽ ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഇവിടെ ഒരു ടിക്ക് മാർക്ക് വരുത്തിയാൽ മതി. ഇപ്പോൾ അവിടെ പ്രിവ്യൂ കാണാം. ഹെഡിങ് 1 എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്താൽ ഈ രീതിയിലായിരിക്കും നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് കാണപ്പെടുന്നത്. ഓരോന്നും അതിൻ്റെ പ്രിവ്യൂ മോഡലിൽ വന്നിരിക്കുന്നത് കാണാം. ഇനി നമുക്ക് ക്ലോസ് ചെയ്യാം. ഇനി ഇവിടെ മറ്റൊരു ഓപ്ഷനും കൂടെ ഉണ്ട്, അപ്ലൈ സ്റ്റൈൽസ്. അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ ഇതേപോലൊരു ബോക്സ് ഇവിടെ വരും. ഇവിടെയും നമുക്ക് ഈ ലിസ്റ്റ് ഇവിടെ കാണിച്ചിരിക്കുന്ന ലിസ്റ്റ് എല്ലാം കാണാം. അത് കൂടാതെ താഴോട്ട് ഒന്നുകിൽ ഈ ബാർ ഉപയോഗിച്ച് നമുക്ക് മുകളിലോട്ടും താഴോട്ടും വരാം, അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്ത് നമുക്ക് വരാം. ഇവിടെ വേറെയും കുറേ അധികം ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ മോഡിഫൈ എന്നൊരു ഓപ്ഷനും ഉണ്ട്. അതായത് ഇവിടെ പ്രീസെറ്റ് ചെയ്തിരിക്കുന്ന ഇവയ്ക്കും എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വരുത്തണമെന്നുണ്ടെങ്കിൽ ഇവിടെ മോഡിഫൈ എന്നുള്ളത് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ വന്ന് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഇവിടെ ഫോണ്ട് സ്റ്റൈൽ മാറ്റി കൊടുക്കാം, സൈസ് മാറ്റി കൊടുക്കാം, ബോൾഡ് വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം, ഇറ്റാലിക്സ് വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം. അങ്ങനെ മാറ്റങ്ങളൊക്കെ നമുക്ക് വരുത്തിയിട്ട് ഓക്കെ കൊടുത്ത് അത് നമുക്ക് ഇവിടെയും ആപ്ലിക്കബിൾ ആക്കാവുന്നതാണ്. ഉദാഹരണമായി
നമ്മൾ നേരത്തെ എൻവയോൺമെൻറ്റ് എന്ന വേർഡ് ടൈറ്റിൽ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തപ്പോൾ ഇത്തരത്തിലാണ് വന്നത്. ഇവിടെ ടൈറ്റിൽ ഫോമാണ്, പക്ഷേ ലെഫ്റ്റ് അലൈൻഡ് ആണ്. സാധാരണ ടൈറ്റിൽ സെൻട്രലൈസ്ഡ് ആയിട്ടായിരിക്കും വരുന്നത്. ഇതിനെ നമുക്ക് സെൻട്രലൈസ്ഡ് ആക്കണമെങ്കിൽ ഇവിടെ ടൈറ്റിൽ എന്ന ഓപ്ഷനിൽ സെൻട്രലൈസ്ഡ് എന്നത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അതിനായിട്ട് നമുക്ക് ടൈറ്റിൽ എന്ന ഓപ്ഷൻ മോഡിഫൈ ചെയ്യണം. അത് നമുക്ക് ഇവിടെ ചെയ്യാവുന്നതാണ്. അതിനായിട്ട് കഴ്സർ നമുക്ക് മാറ്റം ആവശ്യമുള്ള വേർഡിൻ്റെ റൈറ്റ് സൈഡിലോ അല്ലെങ്കിൽ ആ വേർഡിൽ തന്നെ എവിടെയെങ്കിലുമോ നിർത്തുക. പിന്നീട് ഇവിടെ നിന്ന് ടൈറ്റിൽ സെലക്ട് ചെയ്യുക. പിന്നീട് മോഡിഫൈ കൊടുക്കുക. ഇവിടെ ഇത് ലെഫ്റ്റ് അലൈൻഡ് ആണ് സെലക്റ്റഡ് ആയിട്ട് കാണിക്കുന്നത്. സെൻട്രലൈസ്ഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ബോൾഡ് വേണമെങ്കിൽ ബോൾഡ് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഓക്കെ കൊടുക്കാം. ഇപ്പോൾ ആ വേർഡ് ബോൾഡായി സെൻട്രലൈസ്ഡായി വന്നിരിക്കുന്നത് കാണാം. ഇവിടെ ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നേരത്തെ നമ്മൾ കണ്ട മെനു ഓപ്പൺ ആയിരിക്കുന്നത് കാണാം. ഇങ്ങനെ ഒരു മെനു ഇവിടെ ലഭിക്കുന്നത് കൊണ്ട് നമുക്ക് ഇവിടെ നിന്നും ഓരോന്ന് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. മോഡിഫിക്കേഷൻ ആവശ്യമുള്ളത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഹെഡിങ് 2 മോഡിഫിക്കേഷൻ ആവശ്യമെങ്കിൽ ഹെഡിങ് 2 ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഇവിടെ വരും. അതിനുശേഷം മോഡിഫൈ കൊടുക്കുക. അപ്പോൾ ആ ഹെഡിങ് 2 മോഡിഫിക്കേഷൻ വരുന്നത്, അതായത് ഇതിലായിരിക്കും മോഡിഫിക്കേഷൻ. ഇനി സബ് ടൈറ്റിലിനാണ് മോഡിഫിക്കേഷൻ വേണ്ടതെങ്കിൽ നമ്മൾ സബ് ടൈറ്റിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ സബ് ടൈറ്റിൽ വന്നിരിക്കുന്നത് കാണാം. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ സബ് ടൈറ്റിൽ എന്നുള്ളത് സെലക്റ്റഡ് ആയിരിക്കുന്നത് കാണാം. ഇതിന് ശേഷം നമുക്ക് ഇവിടെ മോഡിഫിക്കേഷൻ കൊടുക്കാം. ഇപ്പോൾ എൻവയോൺമെൻറ്റ് എന്നുള്ള വേർഡിലാണ് കഴ്സർ നിൽക്കുന്നത്. അതുകൊണ്ടാണ് സബ് ടൈറ്റിൽ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തപ്പോൾ സബ് ടൈറ്റിൽ ഫോമിൽ ഈ എൻവയോൺമെൻറ്റ് വന്നിരിക്കുന്നത്. ഇനി അത് തിരിച്ച് നമുക്ക് ടൈറ്റിൽ മോഡിലാക്കണമെങ്കിൽ വീണ്ടും നമ്മൾ ടൈറ്റിൽ എന്നത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ കഴ്സർ അവിടെ നിന്ന് മാറ്റുക. ആ കഴ്സർ അവിടെ നിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ വേറെ ഇവിടെ നിന്ന് എന്തെങ്കിലും സെലക്ട് ചെയ്ത് കൊടുത്താലും അത് ആ ഒരു ഫോമിലോട്ട് മാറുന്നത് കാണാം. ഇവിടെ നിന്ന് നമുക്ക് ടൈറ്റിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ക്ലോസ് ചെയ്യാം. അപ്പോൾ സ്റ്റൈൽസ് ഗ്രൂപ്പിനെ കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും പ്രയോജനമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ഇനിയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക.